ദൈവശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1 യോഹന്നാൻ 4:7-8 വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നുമില്ല, എന്തെന്നാൽ ദൈവം സ്നേഹം ആകുന്നു. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഈ കൃപാവരങ്ങളും എല്ലാം പോകും, പ്രവചനവും എല്ലാം പോകും, പക്ഷെ ഒന്ന് മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ കൊണ്ടുപോകുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവസ്നേഹം. ആ ദൈവസ്നേഹമാണ് അഗാപ്പേ ലവ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. അതാണ് അഗാപ്പേ ലവ്. ബ്രദർലി ലവ് എന്ന് പറഞ്ഞാൽ, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കത്തില്ല. ഇവിടെ അഗാപ്പേ ലവിനെ പറ്റിയാണ് പറയുന്നത്. ദൈവിക സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടെന്ന് കൃത്യമായിരിക്കും. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം അകത്ത് ഇല്ല എന്ന് ഉള്ളതാണ്. ഇനി ചിലവരുണ്ട്, അവര് മറ്റു ദേഷ്യമുള്ളവരെ കാണുമ്പോൾ അവർ ചിരിച്ചൊക്കെ കാണിക്കുന്നുവെങ്കിലും അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഗട്ടർ ഔട്ട്സൈഡ് ബട്ടർ. വെളിയിൽ ഭയങ്കര സോപ്പും എല്ലാം ചിരിച്ച് കാണിക്കും, പക്ഷെ അകത്ത് ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും. അങ്ങനെ ആയിരുന്നാൽ ദൈവസ്നേഹം നമ്മുടെ അകത്ത് കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വ്യക്തിയുടെ അകത്ത് ദൈവം വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ദൈവദാസനാണേലും കൊള്ളാം, ഒരു വിശ്വാസിയാണേലും കൊള്ളാം. ഇനി സ്റ്റേജുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ഒക്കെ ചെയ്ത് ഭയങ്കര ശക്തമായി ഉപയോഗിക്കുന്ന 10,000-കണക്കിന് ആളുകളുള്ള സഭയിലുള്ളൊരു ദൈവദാസനാണേലും കൊള്ളാം, ദൈവസ്നേഹം അകത്തില്ലെങ്കിൽ ദൈവം അകത്ത് വസിക്കുന്നു ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട, പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ ആമീൻ സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച ആമീൻ ദൈവ പൈതൽ ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ളവരിലെ സ്നേഹം ആമീൻ കാണാതിരിക്കത്തില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാതെ പോകത്തില്ല. ആമീൻ. മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ അകത്താണ് ആമീൻ നിത്യസ്നേഹം, അതാ അഗാപ്പേ ലവ്, അങ്ങനെയുള്ളവരുടെ അകത്ത് കാണും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ ആമീൻ കുടുംബമേ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ഇന്ന് ദൈവസ്നേഹം എൻ്റെയും അകത്തില്ലെങ്കിൽ ദൈവം നിന്നിൽ വസിക്കുന്നില്ല, ഈ സ്വർഗത്തിൻ്റെ വകയല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കട്ടെ. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇടയാകട്ടെ. ദൈവസ്നേഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.